ഹായ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വൺ മട്ട കൊണ്ടുവന്നിട്ട് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റാർ വേഴ്സിനകത്തെ ലേസർ സോഡാണ്. ഓക്കെ, അത് നമുക്ക് വളരെ മാക്സിമം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡ് കൊണ്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു A4 സൈസ് പേപ്പറാണ്, വൈറ്റ്. ഓക്കെ, അത് നമുക്ക് ഇതുപോലെ ഒരു റോളായിട്ട് ചുരുട്ടിയെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ഈ ഒരു തിക്കുള്ളൊരു പേപ്പർ ഷീറ്റാണ്, ഒരു കാർഡ്ബോർഡിൻ്റെ. അത് നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. അത് ശകലം വലുപ്പത്തി. ഇത് നമ്മുടെ ഹാൻഡിലാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബ്ലൂ ലൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഷേപ്പായിട്ടുള്ളത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൂ ലൈറ്റ് വേണേൽ എടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ബൾബ് ഇവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു ഹാൻഡിലയിൽ നമ്മൾ ബൾബ് ഇറക്കി വെക്കുകയാണ്. ഓക്കെ, ഒട്ടിക്കുന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് വേണം ഈ ഒരു സ്റ്റിക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു പേപ്പറിൻ്റെ റോള് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ട് ഇവർ കയറ്റി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മളൊരു പേപ്പർ റോള് കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതുപോലെ 2 റോളും കൂടെ സെറ്റ് ചെയ്തിട്ട് അത് പരസ്പരം യോജിപ്പിക്കണം. ഓക്കെ, എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ ഹാൻഡിലിൻ്റെ മുമ്പേ വെച്ചിരുന്ന ആ റോളിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പേപ്പർ റോള് കറക്റ്റായിട്ട് ഫിക്സ് ആയിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ 3 റോളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതും കൂടെ കൂട്ടി 4ാമത്തെ റോള്. അങ്ങനെ ഭയങ്കര ഒരു ടൈറ്റായിട്ട് ഇരുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലേസർ സോഡ് ഓൾമോസ്റ്റ് ഇവിടെ റെഡിയാണ്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു മുട്ടയുടെ ഷെല്ലാണ്. ഈ നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ട് വെക്കണം. അതായത് നമ്മുടെ ആ ഒരു പേപ്പർ റോളില്ലേ, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചെടുത്തിട്ട് സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി, പൊട്ടത്തില്ല. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ബൾബിൻ്റെ കണക്ടർ എടുത്തിട്ട് ചാർജറിലോ അല്ലെങ്കിൽ ബാറ്ററിയിലോ പവർ ബാങ്കിലോ അങ്ങനെ എവിടെ വേണമെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അതുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റായി. അപ്പോൾ ഞാനിവിടെ ഹാൻഡിലൊക്കെ ഒരു സിൽവർ കളർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര വളരെ ഈസി ആയിട്ടാണ് നമ്മുടെ സോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ടോപ്പിലായിട്ട് നമ്മുടെ മുട്ടയുടെ ഷെല്ല് ഒട്ടിച്ചു. അതെന്താണെന്ന് വെച്ചാൽ ഒരു പെർഫെക്റ്റ് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വൺ മോർ ടെക് 1MT എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ തൊട്ടടുത്തുള്ള ഓൾ ബട്ടണും കൂടെ നിങ്ങൾ എനേബിൾ ചെയ്താൽ ഞാനെടുത്ത പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഒരു പ്രോജക്റ്റാണ് സ്പൈഡർമാൻ വെബ് ഷൂട്ടർ. ഇത് നല്ല പവർഫുള്ളാണ്. അത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മെത്തേഡും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജസ്റ്റ് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.